മാംസ മത്സ്യ സ്റ്റാളുകൾ കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മത്സ്യ മാംസ വിതരണത്തിൽ നടത്തുന്ന മാർക്കറ്റാണ് പറവൂരുള്ളത്. അത് നന്നായി പ്രവർത്തിച്ചു പോരും ആ മാർക്കറ്റ്. പക്ഷെ ഇപ്പോൾ ആ മാർക്കറ്റിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനരഹിതമായി കുറച്ചു കാലമായി. അതുകൊണ്ട് അവിടെ ഇപ്പോൾ അറവില്ല, സ്ലോട്ടറിംഗ് ഇല്ല. തൊട്ടടുത്ത് സോട്ടർ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥാപനം നമ്മുടെ തൊട്ടപ്പുറത്തുണ്ട്. അത് കൊണ്ടുവന്നിട്ട് മാടുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് വെട്ടുന്ന ഒരു സംഭവമുണ്ട്. അതിനും ലൈസൻസ് ഇല്ല. അത് മുനിസിപ്പാലിറ്റി ലൈസൻസ് ഇല്ലാതെ സ്റ്റാളുകൾ കൊടുത്തേക്കാണ്. സ്റ്റാളുകൾ കൊടുത്താൽ അത് ആരൊക്കെ വന്ന് വെട്ടി അത് രക്തവും ഇതൊക്കെ കൂടിയാണ് ഇതിന്റെ ഉള്ളിൽ കൂടി പോകുന്നത്. നമുക്ക് ഇത് നഗരസഭ ഇത്രയും കാലങ്ങളായിട്ട് നഗരസഭ ഇത് ചെയ്യുന്നില്ല. നഗരസഭ ഇതിന് വരുമാനം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ബോർഡിന്റെ നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഞങ്ങൾ മറുപടി കൊടുത്തു. ആ മറുപടി തൃപ്തികരമല്ല എന്നാണ് രണ്ടാമതൊരു പറഞ്ഞിട്ടുള്ളത്. വീണ്ടും ഇന്നലെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ മലിനീകരണ നിയന്ത്രണ ബോർഡിന് വീണ്ടും സാവകാശം ചോദിച്ചിട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് സാവകാശം ചോദിക്കാൻ കാരണം 2024-2025 സാമ്പത്തിക വർഷത്തെ നഗരസഭയുടെ പദ്ധതിയിൽ 9 ലക്ഷം രൂപ അതിന് വകയിരുത്തിയിട്ടുണ്ട് ഈ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ. അപ്പൊ ഞാൻ നഗരസഭയിൽ കൗൺസിലറായി വന്നതിന് ശേഷം ഇവിടെ ആദ്യം 4 ലക്ഷം രൂപ നമ്മൾ 8 ലക്ഷം രൂപ അനുവദിച്ചതിന്റെ ഭാഗത്താണ് നമ്മൾ 3 ലക്ഷം രൂപയുടെ ബാത്റൂം മറ്റേ ചീഞ്ഞു മാറിക്കിടന്ന ബാത്റൂം വീണ്ടും പുനരാരംഭിച്ച് പുതിയ ബാത്റൂം ആക്കി കൊടുക്കുകയും കാണകൾ പണിയാനുള്ള സംവിധാനം ചെയ്തു. പക്ഷെ ഇതൊരു യാതൊരുവിധ നടപടികളും ചെയ്തിട്ടില്ല. കുറച്ച് വർക്കുകൾ അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. സോട്ടർ ഹൗസിന്റെ ഉള്ളിൽ 5.5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഞാൻ വന്നതിന് ശേഷം ടൈലിട്ട് ഇതായിട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊന്നും ലൈസൻസ് ഇല്ലാതെയും ഇവിടെ മത്സ്യ മാർക്കറ്റിൽ ലേലം ചെയ്ത് എടുക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ നഗരസഭ ഈ ലേല ആൾക്കാരുടെ നിന്ന് കാശ് മാത്രം മേടിച്ചിട്ടുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ റൂം അവർ ചെയ്യണമെന്ന് വെച്ചാൽ അവർ നിയമം അനുസരിച്ചാണ് എടുത്തേക്കുന്നത്. അപ്പൊ അത് നഗരസഭയാണ്, ഭരണകക്ഷികളാണ് ഇത് ചെയ്തു കൊടുക്കേണ്ടത്. പ്രോജക്റ്റിൽ 2024 ജനുവരിയിൽ വീണ്ടും 1 ലക്ഷം രൂപ കൂടി വകയിരുത്തി. ആ 1 ലക്ഷം രൂപയിലും 1 രൂപ പോലും ചിലവഴിച്ച് നേരത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരു ശ്രമവും നടത്താത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ അടച്ചുപൂട്ടൽ ഭീഷണി ഇവിടത്തെ മത്സ്യ കച്ചവടക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും നേരിടേണ്ടി വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അടിയന്തരമായി അതിന് പരിഹാരം കണ്ടെത്താൻ ഭരണ നേതൃത്വം ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പോ ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കി, ആ പദ്ധതി പണം ഉപയോഗിച്ച് കാര്യക്ഷമമാക്കി അവിടെ വെള്ളം, മലിനവെള്ളം, അവിടെ മത്സ്യ മാംസ മാർക്കറ്റിലെ വെള്ളം, അഴുക്കുകൾ അതൊരു ടാങ്കിലേക്ക് കൊണ്ടുവന്ന് ആ ടാങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് നല്ല വെള്ളമാക്കി മാറ്റുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ അത് ഈ ഒരു 6 മാസത്തിനുള്ളിൽ പദ്ധതി ഗവൺമെന്റിലേക്ക് വെച്ചിരിക്കുന്നു. ഗവൺമെന്റ് അംഗീകരിച്ച് തന്നാൽ 6 മാസത്തിനുള്ളിൽ ആ പ്ലാന്റുകൾ ഭംഗിയാക്കി പ്രവർത്തനക്ഷമമാക്കി മാറ്റാനുള്ള തീവ്രമായ ശ്രമമാണ് നഗരസഭയുടെ ഭാഗത്ത് നടക്കുന്നത്. തൽക്കാലത്തേക്ക് അവിടെ അറവ് നടക്കുന്നില്ല, മാംസ വ്യാപാരം മാത്രം നടക്കുന്നു. അപ്പോൾ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം അവിടെ അവർക്ക് കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ആ മാംസ വ്യാപാരം നിർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം വൃത്തിയുള്ള നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പറവൂർ നഗരസഭ ആ കാര്യത്തിൽ ജനങ്ങളുടെ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്താണ് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ നഗരസഭ വെച്ചിട്ടുള്ള പദ്ധതി ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റും ജില്ലാ മിഷനും ശുചിത്വ മിഷനും അംഗീകരിച്ച് തരുന്ന മുറയ്ക്ക് 6 മാസത്തിനുള്ളിൽ ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അവിടുത്തെ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്ന് ദുരിതഗതിയിൽ നടക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. Belanda.